മൾട്ടി ലെവൽ 2 ചീയപ്പാറ MLA ഫണ്ടിൽ നിന്നും. അതെ, ഈ നിർത്തിയല്ലേ പ്ലാസ്റ്റിക് കുപ്പികൾ നിറച്ചിട്ടാണ് ഫുള്ള്. ചെങ്കുളം അത് കൊള്ളാമല്ലോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര പോകാൻ വേണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സിനു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ കോട്ടയത്ത് ഇറങ്ങും. കോട്ടയത്ത് നിന്ന് അവിടെ വേറൊരു ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. എവിടേക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഓക്കെ. അതെ, നമ്മളങ്ങനെ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളെ ഫ്രണ്ട് വെളിയിൽ കാണും. അപ്പോൾ പുള്ളിയെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് മൾട്ടി ലെവൽ 2 വീലർ പാർക്കിംഗ് ആണത് കോട്ടയത്ത്. ഇവിടെ 2 വീലറൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. കൊള്ളാം, രസമുണ്ട്. സോ അത് മാത്രമല്ല, നല്ലൊരു സ്പേസ് ക്ലിയർ ചെയ്യാനും പറ്റും. ഇവിടെ കാത്തിരിക്കുകയാണ്. അതെ, ഇതാണ് രാജേഷ്. നമുക്ക് പുറപ്പെടാം അല്ലേ? ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ കോട്ടയത്ത് നിന്ന് നമ്മളെ പിക്ക് ചെയ്തത് രാജേഷാണ്. രാജേഷിന്റെ കളവാണ് കോട്ടയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സിനു ഉണ്ട്. അപ്പോൾ നേരെ എങ്ങനെയാ രാജേഷ്? നേരെ തൊടുപുഴ വഴി കോലാനി വഴി നേരെ ഊന്നുകല്ല് വഴി നേരെ അടിമാല വഴി നേരെ പോവാണ്. അപ്പോൾ മൂന്നാറിലുള്ള നല്ല നല്ല കാഴ്ചകളിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോവാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഏതാ നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ ഒരുപാട് മലകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാജേഷ്. ഒരുപാട് മലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ മൂന്നാറൊന്നും എത്തിയില്ല. അതിന് മുമ്പ് തന്നെ തൊടുപുഴ എത്തുന്നതിന് മുന്നോടിയായിട്ട് റോഡില് ഓട മഞ്ഞിറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, ഉണ്ടോ? നമ്മള് നേരെ മൂന്നാറിലോട്ട് പോകുന്ന വഴിയിലെ നേര്യമംഗലം വഴിയാണ് നമ്മൾ പോകുന്നത്. നേര്യമംഗലം പാലമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് 11 കിലോമീറ്റർ ആണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. അത് നോക്കിയേ, നല്ല രസമുണ്ട്. നേരെ മലയും ഇതേതാ കാണുന്നത്? ആ പുഴ ഏതാ? പെരിയാർ പുഴയാണ് ആ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കേട്ടോ. ഒരു കലിപ്പോ അത് ചാടി കയറും മിക്കവാറും കേട്ടോ. ഒന്നുമില്ല. ഇത് കൺസ്ട്രക്ഷൻ വാസ് കമൻസ്ഡ് ഓൺ ദിസ് റോഡ് ടു ദ ഹൈ റേഞ്ചസിൻ്റെ റോഡ്. ഈ കാണുന്ന ഈ ഹൈ റേഞ്ചസ് റോഡ് ഓപ്പൺ ചെയ്തത് റാണി സേതു ലക്ഷ്മിബായി ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കല്ലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ റോഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ ഫലകത്തിൽ പേരെഴുതി വെക്കത്തില്ലേ, അതേപോലെ ഇത് റാണിയാണ് ഓപ്പൺ ചെയ്തത്, സേതുലക്ഷ്മിബായി. അതിൻ്റെ കല്ലാണ്, റാണിക്കല്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കുരങ്ങൻ ഇരിക്കുന്ന നോക്കി.
ഓ ചെറിയ സേഫ്റ്റി ചെയ്തു. അമ്മ ആ കുഞ്ഞിനെ പൊത്തി പിടിച്ചിരിക്കുന്നു. അടുത്ത ആൾ ഓടി ചെന്നിട്ട് അതിനെ പോയതോ എന്താ സേഫ്റ്റി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. റേഞ്ചിലോട്ട് കയറുവാണ്. ഹൈ റേഞ്ച് റോഡിലോട്ടാണ് ഇനി നമ്മൾ കയറുന്നത്. നോക്കിയേ ഈ പാറയെ നോക്കുമ്പോൾ മരം പോലെ നമുക്ക് കാണാൻ പറ്റും. പാറയാണ് സംഭവം. പാറയ്ക്കകത്താണ് ഈ മരം നിൽക്കുന്നത്. കണ്ടോ? അത് നല്ല ഭംഗിയുണ്ടത് കാണാൻ. നല്ലൊരു വ്യൂ ആണ്. ഈ കയറി വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. നിർത്തിയല്ലേ, അത് വെള്ളം നല്ല രസമുണ്ട്. ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾസ് ആണ്. മൂന്നാറിലേക്ക് പോകുന്ന വഴി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ദൃശ്യഭംഗിയാണ് ഈ വെള്ളച്ചാട്ടം. ഏറ്റവും മുകളിൽ നിന്ന്, പാറയുടെ ഏറ്റവും മുകളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു കാഴ്ചയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നത്. വെള്ളം ഒഴുകിയതായി ഇതിലേ പോകും. കുളിക്കുന്ന ഇവിടെ വന്നു അവിടെ ആ വരുന്ന വെള്ളച്ചാട്ടത്തിനുള്ള വെള്ളമാണ് ഇത് ഈ പൈപ്പ് വഴി വരുന്നത്. അവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ മേളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് വഴിയാണ്. കാണിച്ചു തരാം, ആ പൈപ്പ് കാണിച്ചു തരാം. ഈ ലൈൻ വഴിയാണ് ആ വെള്ളം വരുന്നത്. ഉണ്ടോ? അപ്പോൾ അതിലേ കൂടെ ആ വെള്ളമാണ് ഈ ലൈൻ വഴി. ആ ലൈൻ വഴി വരുന്ന വെള്ളമാണ്. ആവശ്യമുള്ളവർക്കൊക്കെ അതെടുക്കാം. അതിനുവേണ്ടി ഇട്ടിരിക്കുക. ഓക്കെ. ഇതാണോ ഉപ്പും മുളം വേണ്ടോ? പൊടി ഉണ്ടോ? ഈ പൊടി വേണ്ടെന്നാ പറഞ്ഞു. പൊടി വേണം. ഓക്കെ, നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം ഇനി പോകുന്നത് വാളറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് വാളറ വാട്ടർഫാൾസിലേക്ക്. നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അല്ലേ രാജേഷ്? ചീയപ്പാറ അപ്പുറത്തെ സൈഡാണെങ്കിൽ വാളറ ഇപ്പുറത്തെ സൈഡ് അല്ലേ? നമ്മൾ ഇങ്ങോട്ട് വരുന്ന സൈഡ് രണ്ടും 2 സൈഡിലാണ്. സുന്ദരമായ കാഴ്ചകളാണ് അല്ലേ? വരുമ്പോഴെല്ലാം കാണുന്നതെല്ലാം സുന്ദരമായ കാഴ്ചകളാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിരിക്കുകയാണ്. അടിമാലി ടൗണാണ് ഈ കാണുന്നത്. നല്ല ഒരു എനിക്ക് തോന്നുന്നു ഈ മലയുടെ താഴ്ഭാഗം ആയതുകൊണ്ട് ഇതിന് കറക്റ്റ് പേരിട്ടിരിക്കുന്നത് അടിമാലി എന്ന് കേട്ടോ. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ
ഫുള്ള് മലയാണ്. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put. അടിപൊളി ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അങ്ങ് നമുക്ക് ചെങ്കുളം ഡാം കാണാൻ സാധിക്കും. കാണാൻ പറ്റുമെന്ന് തുടങ്ങി. അങ്ങ് ലോങ് ആണ്, ഭയങ്കര ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ട്, നല്ലൊരു വൈബ് ഇവിടെ നിൽക്കുക. നോക്കിയാൽ മലകൾ ഇങ്ങനെ തട്ടായിട്ട് മലകൾ നിൽക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം. മൂന്നാർ അടിമാലി തിരുവനന്തപുരം ബസ്സാണ്, KSRTC ബസ്സാണ് പോകുന്നത്. ഏതാ കോതമംഗലം, മൂവാറ്റുപുഴ, കോട്ടയം, കൊട്ടാരക്കര വഴി തിരുവനന്തപുരം. വണ്ടി എന്തോ ഉത്സവമാണെന്നോ, ഉത്സവം നടക്കുകയാണെന്നോ. ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാർ ഈ പ്രദേശത്ത് വന്നു, അവരുടെ വിശേഷം നടക്കുകയാണ് അവിടെ. നല്ല സൈലന്റ് അല്ലേ, നല്ല സൂപ്പർ. ഓക്കെ, ചെറിയ തണുപ്പ് അടിക്കുന്നുണ്ട്. കുറച്ചും കൂടി മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡാം കാണാൻ സാധിക്കും. രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ണൻദേവൻ്റെ എസ്റ്റേറ്റാണ്. ഒരുപാട് ബോർഡുകൾ ഇരിപ്പുണ്ട്. ഇവിടെ നിറച്ചും റിസോർട്ടുകളുടെ ബഹളമാണ്. നോക്കി, ഈ ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട്. എല്ലാം റിസോർട്ടിൻ്റെ ബോർഡായിരിക്കുന്ന എല്ലാം. കൂടുതൽ ഇവിടുന്ന് റൈറ്റിലേക്ക് അല്ലേ, റൈറ്റിലേക്കാണ് കൂടുതലും റിസോർട്ട്. ആ ഭാഗത്തോട്ടാണ് റിസോർട്ട്. വെൽക്കം ടു മൂന്നാർ. നമ്മളങ്ങനെ മൂന്നാറിൻ്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. മൂന്നാർ KSRTC സ്റ്റാൻഡാണ്. ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവിടെ ഒരു ആന
ആനക്കുട്ടിയെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. ആനക്കുട്ടിയെ ചെയ്തു വെച്ചിരിക്കുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികൾ നിറച്ചിട്ടാണ്. ഉണ്ടോ? പ്ലാസ്റ്റിക് കുപ്പികൾ നിറച്ചിട്ടാണ് ഫുള്ള്. അതിനകത്ത് നെറ്റ് കെട്ടിയിട്ട് ആ നെറ്റിനകത്ത് ഫുള്ള് വാലുൾപ്പെടെ ഉണ്ട് പ്ലാസ്റ്റിക്. ഈ ട്രെയിൻ കണ്ട, ഈ ട്രെയിന് നമ്മളെ ഓയിൽ ക്യാൻ വെച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ട്രെയിൻ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈൽ അപ്പോൾസറി വേസ്റ്റ് കൊണ്ടാണ്. ഇന്ത്യൻ ഗോർ. അങ്ങനെ എല്ലാം ഓരോ വേസ്റ്റുകൾ കൊണ്ടാണ് ഓരോന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം.